ചെറിയ പട്ടണത്തിൽ അനാഥനായ ഒരു ബാലൻ ബേക്കറിയിൽ മേശ തുടയ്ക്കുന്ന ജോലി ചെയ്തു വന്നിരുന്നു. എല്ലാ ദിവസവും രാത്രി ബാക്കി വരുന്ന റൊട്ടിക്കഷ്ണങ്ങൾ അവൻ ഭക്ഷണമാക്കിയിരുന്നു. അപ്പോഴെല്ലാം തന്നെ ഒഴിഞ്ഞ വയറോടെ ഉറങ്ങാൻ വിടാതിരുന്നതിന് അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞിരുന്നു. എന്നാൽ അവന് ചുറ്റുമുള്ളവർ പലപ്പോഴും അവനെ കളിയാക്കിയിരുന്നു. നിന്റെ പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പൊട്ടിയ ചെരുപ്പിട്ട് നടക്കേണ്ടി വരില്ലായിരുന്നു എന്നവർ പറഞ്ഞു. പക്ഷേ അവൻ ഒരിക്കലും തൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ ബേക്കറി അടയ്ക്കാറായ സമയത്ത് വയോധികനായ ഒരു മനുഷ്യൻ അവിടെ വന്നു. അവിടമെല്ലാം കൃത്യതയോടെ വൃത്തിയാക്കുന്ന അവനെ കണ്ട അയാൾക്ക് സന്തോഷം തോന്നി. അയാൾ പറഞ്ഞു, നിന്നെ കണ്ടപ്പോൾ എൻ്റെ ചെറുപ്പകാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. പറയൂ, എന്താണ് നിന്റെ ഏറ്റവും വലിയ സ്വപ്നം? ലജ്ജയോടെ അവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഭാവിയിൽ എനിക്കും ഒരു ബേക്കറി ഉടമയാകണം. എന്നിട്ട് പണം നൽകി ഭക്ഷണം കഴിക്കാനാകാത്ത മനുഷ്യർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കണം. ഇത് കേട്ട വൃദ്ധൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ പട്ടണത്തിലെ പ്രധാന തെരുവിലേക്ക് ആ കുട്ടി വിളിക്കപ്പെട്ടു. അവിടെ ജനമധ്യത്തിൽ തൻ്റെ കയ്യിൽ ഏതാനും മുദ്രപത്രങ്ങളുമായി ആ വയോധികൻ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ആ ബാലനോട് പറഞ്ഞു, ഇന്നു മുതൽ ഈ ബേക്കറിയുടെ ഉടമ നീയാണ്. എൻ്റെ വളരെയേറെ കാലത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ബേക്കറി. എന്നാൽ എനിക്ക് അനന്തരാവകാശികളില്ല. എനിക്ക് ദൈവം കാണിച്ചു തന്ന മകനെ പോലെയാണ് നീ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിന്നെപ്പോലെ ഒരാൾ വേണം ഭാവിയിൽ ഇത് നോക്കി നടത്താൻ. നിറകണ്ണുകളോടെ ആ ബാലൻ ഇതെല്ലാം കേട്ടു നിന്നപ്പോൾ അവനെ കളിയാക്കിയിരുന്നവർ ചുറ്റും നിശബ്ദരായി നിന്നു. കാലങ്ങൾക്ക് ശേഷം ആ ബേക്കറി നിരാലംബരായ മനുഷ്യർക്ക് ഒരഭയസ്ഥാനമായി മാറി. അവിടെ വിശക്കുന്നവന് ഭക്ഷണവും ആശയറ്റവന് ദയയും ലഭിച്ചിരുന്നു.